ഇപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ അടുത്ത കാലത്തായിട്ട് ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വലിയ ഹ്യൂമർ സെൻസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ട്രോളുകളാണ് എല്ലാവരും, പക്ഷേ കൃത്യമായ സ്ഥലത്ത് മിനിസ്റ്റർ കൊണ്ടടിക്കുന്നുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ട്രോളും ഏറ്റവും കൂടുതൽ തോന്നിവാസവും എഴുതിയിട്ടുള്ളത് എനിക്കെതിരായിട്ടാണ്. എഴുതിയവരെഴുതി തളരുക എന്നല്ലാതെ നമുക്കൊരു ഞാനൊരു കാര്യം മിനിസ്റ്റർ വർഷമില്ലെങ്കിൽ ഓപ്പണായി ചോദിച്ചോട്ടെ, കാര്യം മിനിസ്റ്റർ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണല്ലോ. അന്ന് നിയമസഭയിൽ നടന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വിഷ്വലൊക്കെ എടുത്ത് ആൾക്കാർ ട്രോളെന്ന് കാണുമ്പോൾ വിഷമം വരാറുണ്ടോ? എനിക്കതിനൊരു വിഷമമില്ല. ഞാൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തീരുമാനിച്ചു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. അത് നീ സ്വീകരിക്കും. അതിൻ്റെ പേരിൽ എനിക്ക് ജനപിന്തുണയൊന്നും കുറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. ശരിയാ. ഇതിനിടയിൽ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിന് വളരെ കൂളായിട്ട് എങ്ങനെ സമീപിക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള തമാശകളുണ്ട്. അതെ, അത് നമുക്ക് വളരെ വിഷമകരമായി വിഷമം വരും. വന്ന് നമുക്ക് ടെലിവിഷനിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ ആരോഗ്യം പോലും എടുത്ത് വിമർശിക്കുന്ന രീതിയിലെത്തേക്ക് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം വളർന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. അത് നമ്മളൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ആരോഗ്യകരമായ വിമർശനം, വ്യക്തികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിമർശനം ആവരുതല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യം.